വ്യാജമായ ഫോൺ കോളിൽ കട്ടപ്പനയിൽ ആസാം സ്വദേശികളായ ഒരു കുടുംബത്തിന്റെ പക്കൽ നിന്നും പണം തട്ടിയെടുത്തതായി പരാതി. 22,000 രൂപയാണ് വ്യാജ ഐഡിയിൽ നിന്നും ഫോൺ വിളിച്ച് തട്ടിയെടുത്തതായി ആസാം സ്വദേശിയായ പ്രദീപ് കണ്ടുലോന പറയുന്നത്. സംഭവത്തിൽ ഇവർ കട്ടപ്പന പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ 3-ാം തീയതിയാണ് ആസാം സ്വദേശി പ്രദീപ് കണ്ടുലോനയുടെ ഭാര്യയും മകനും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനിടെ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ചിത്രമുള്ള വ്യാജ ഐഡിയിൽ നിന്നും ഹിന്ദി ഭാഷയിൽ വാട്സാപ്പ് സന്ദേശം ലഭിച്ചത്. പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ തരപ്പെടുത്തി തരാമെന്നാണ് പറഞ്ഞത്. ഇത് വിശ്വസിച്ച ഇവർ തങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിനായി 10 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് 10 ലക്ഷം രൂപ അനുവദിച്ചതായും പണം ലഭിക്കണമെങ്കിൽ 6,000 രൂപ നൽകണമെന്നും സന്ദേശമെത്തി. പ്രദീപിനെ അറിയിക്കാതെ ഭാര്യയും മകനും ചേർന്ന് പണം നൽകുകയും ചെയ്തു. തുടർന്ന് വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ് 6 തവണകളായി 22,000 രൂപയാണ് ഇവർ തട്ടിയെടുത്തത്. बेटा क्या हुआ? आपने मेरा नंबर ही ब्लॉक कर दिया। आप ना बात कर रही हो, ना कोई रिप्लाई दे रही हो, ना कोई कॉल रिसीव कर रही हो। आखिर दिक्कत क्या है? आप क्या बता सकती हो क्या मुझे? बेटा देखो, इधर से बैंक वाले टॉर्चर कर रहे हैं, परेशान कर रहे हैं, उधर से CBI वाले परेशान कर रहे हैं, टॉर्चर कर रहे हैं। आप वो की बात नहीं कर रही हो। തട്ടിപ്പ് മനസ്സിലായതോടെ ഇവർ വീണ്ടും ഫോൺ ചെയ്ത സന്ദേശങ്ങൾക്ക് മറുപടി നൽകിയില്ല. തുടർന്ന് ഫോൺ മുഖാന്തരം വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും ഇവർ പറയുന്നു. പറഞ്ഞ് നമ്മളെ പാവപ്പെട്ടക്കാർക്ക് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മളെ നിങ്ങളിലേക്ക് വേണ്ടി സഹായിക്കാം, പൈസ എല്ലാം ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ മോനും വൈഫും പറഞ്ഞ് നമ്മൾ വീട് ആസാം, നമ്മൾ ഒരു ചെറിയ വീട് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ എനിക്ക് ചേട്ടന് നല്ല കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട്, പൈസ ഉണ്ടാക്കാൻ വേണ്ടി, നമ്മൾ ചെറിയ വീട് ഉണ്ടാക്കാൻ വേണ്ടി. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പം സാറെ നിങ്ങൾ നമുക്ക് സഹായിക്കുന്നുണ്ടെങ്കിൽ ഒരു 10 ലക്ഷം രൂപ നമുക്ക് തന്ന മതി, നമ്മളെ വീട് ഇച്ചിരി ഉണ്ടാക്കാൻ പോവുക, അങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്മ പറഞ്ഞു അപ്പം ശരി, അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങളെ ഒരു 6,000 രൂപ ആദ്യമേ ഇങ്ങോട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പം എന്തോ ഒരു ടാക്സൊക്കെ പറഞ്ഞു. അപ്പോൾ 6,000 രൂപ അയച്ചു കൊടുത്തു. അവർക്ക് അറിയത്തില്ലായിരുന്നു ഇത് ഫേക്ക് ഐ ഡി ആയിരിക്കും, അവർക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ 6,000 രൂപ ആദ്യം അയച്ചു കൊടുത്തു, വീണ്ടും 10,000 രൂപ അയച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ 22,000 രൂപ മൊത്തം അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ കൂടാതെ വീണ്ടും ഇവർ പണം ആവശ്യപ്പെടുകയാണെന്നും പറഞ്ഞു. സംഭവത്തിൽ പ്രദീപ് കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.